വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സൈറ ഡിസൈൻ. ഇന്ന് നമ്മൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സാരിയിൽ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത്. അതിനുവേണ്ടി ഗോൾഡ് കളറിലെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4-5 സൈസിൽ വളരെ അധികം സർക്കിൾ ഷേപ്പുകൾ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണേ. സെയിം അളവിൽ തന്നെ കുറച്ചധികം സർക്കിൾ ഷേപ്പുകൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഓരോ പീസും എടുത്ത് രണ്ടായിട്ട് ക്രോസായി മടക്കി അത് സൂചി നൂല് ഉപയോഗിച്ച് ഇതുപോലെ ചുരുക്കിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഒരു പൂവിൽ 5 ഇതളുകൾ വരത്തക്ക രീതിയിൽ 5 പീസുകൾ കൊണ്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ ഭംഗിയുള്ളൊരു ഫ്ലവർ കിട്ടിയിട്ടില്ലേ? എന്ത് രസമാണെന്നൊക്കെ, നല്ല സൂപ്പറായിട്ടില്ലേ? നമുക്കധികം ചിലവൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റായി കിടക്കുന്ന പ്ലെയിൻ പീസുകൾ, അത് പ്രിൻ്റുള്ളതാകട്ടെ എങ്ങനെയാകട്ടെ, ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെങ്കിൽ വളരെ ഭംഗിയുള്ള ഫ്ലവറുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഫ്ലവറുകൾ ഞാൻ ചെയ്തെടുക്കുവാണേ. കുറച്ചധികം ഫ്ലവറുകൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. ഞാനിപ്പോൾ ഈ ഫ്ലവറിൻ്റെ എല്ലാം സെൻറ്റർ ഭാഗത്തായിട്ട് ഓരോ പേളും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റിച്ചിങ്ങിൻ്റെ വൃത്തിയോടെ അറിയത്തതുമില്ല, വളരെ ഭംഗിയുള്ളതായിരിക്കും. ഞാൻ ടോപ്പിൻ്റെ ഫ്ലവർ വെച്ച് കൊടുക്കുന്ന ഭാഗത്തെല്ലാം ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഞാൻ ഈ ഫ്ലവറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ആ പേളും കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ ആ ഒറ്റ സ്റ്റിച്ച് നമുക്ക് കഴിയുകയും ചെയ്യും, പേള് വെക്കുമ്പോൾ വളരെ ഭംഗിയുള്ളതായിട്ട് ഇരിക്കുകയും ചെയ്യും. ഞാൻ ഓരോ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഫ്ലവറിൻ്റെ ഓരോ ഇതളിലും ചെറിയ ഓരോ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൻ്റെ ഫ്ലവർ ഇരിക്കുകയും ചെയ്യും, പെട്ടെന്ന് പൊട്ടിപ്പോകത്തതുമില്ല. ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത ഭാഗത്തെല്ലാം ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ടോപ്പിൻ്റെ യോക്ക് ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ റിസൾട്ട്. സൂപ്പറായിട്ടില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.